മലപ്പുറം പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിന്റെ വിവാഹം ഇന്ന് നടക്കേണ്ടതായിരുന്നു. 8 വർഷത്തെ പ്രണയം, അതിനൊടുവിൽ പ്രണയ സാഫല്യമായി വിവാഹം. അതായിരുന്നു വിഷ്ണുവിന്റെ സ്വപ്നം. എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ അമ്മയുടെ കയ്യിൽ നിന്ന് 500 രൂപയും വാങ്ങി കല്യാണ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാൻ പോയതാണ് വിഷ്ണു. ഇന്നേക്ക് 4 ദിവസമായി. ഇതുവരെ വിഷ്ണുജിത്ത് തിരിച്ചെത്തിയിട്ടില്ല. വിഷ്ണുജിത്ത് എവിടെ പോയി? തിരോധാനത്തിന് പിന്നിലാര്? കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ അമ്മയുടെ കയ്യിൽ നിന്ന് 500 രൂപയും വാങ്ങി കല്യാണ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാൻ പാലക്കാട്ടേക്ക് പോയതാണ് വിഷ്ണു. പാലക്കാട് കഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിലാണ് വിഷ്ണു ജോലി ചെയ്യുന്നത്. സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ലഭിച്ചതായി വിഷ്ണുജിത്ത് കുടുംബത്തെ അറിയിച്ചിരുന്നു. അന്ന് വരുന്നില്ലെന്നും പാലക്കാടുള്ള ബന്ധുവീട്ടിൽ തങ്ങുമെന്നാണ് അറിയിച്ചത്. എന്നാൽ 8 മണിയോടെ ഫോൺ സ്വിച്ച് ഓഫായി. ബന്ധുവീട്ടിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ അവിടെയും എത്തിയിട്ടില്ല. അവന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് ക്യാഷ് കൊടുത്തു എന്നാണ് ഫ്രണ്ട് പറയുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയോളം അവൻ കൊടുത്തിട്ടുണ്ട് എന്ന്. അതിനൊരു 10,000 രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നിട്ടുണ്ട്, അത്യാവശ്യം വിവാഹ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ അതിനുശേഷം പിന്നെ അവൻ കണ്ടതിന് ശേഷം പിന്നെ അവൻ ആരും കണ്ടിട്ടില്ല. കഞ്ചിക്കോട് നിന്ന് കയറ്റി വിട്ടു എന്നാണ് പറയുന്നത്. പാലക്കാട് സ്റ്റേഡിയത്തിൽ ബസ് സ്റ്റാൻഡിലോട്ട് കയറ്റി വിട്ടു എന്ന്. അപ്പോൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ അവൻ ഇറങ്ങിയെന്നാണ് അവൻ്റെ ഫ്രണ്ട് പറയുന്നത്. കാണാതായ ദിവസം രാത്രി 8 മണിയോടെ വധുവിനെയും സുഹൃത്തിനെയും വിഷ്ണു വിളിച്ചിട്ടുണ്ട്. ചെറിയ പ്രശ്നമുണ്ടെന്നും അത് തീർത്തിട്ട് വരാമെന്നുമാണ് പറഞ്ഞത്. 4-ാം തീയതി രാത്രി. അപ്പോൾ അതാണ് അവൻ്റെ ലാസ്റ്റ് കോള്. ആ സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അവളെ വിളിച്ചിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്, വീട്ടിലെ അമ്മേനെ വിളിച്ചിട്ടുണ്ട്, അവൻ്റെ ഒരു ഫ്രണ്ടിനെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടീനോടും അവൻ്റെ ഫ്രണ്ടിനോടും പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, അത് തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നായിരുന്നു വിഷ്ണുജിത്തിന്റെ കല്യാണം നിശ്ചയിച്ചിരുന്നത്. കാണാതായി 3 ദിവസം പിന്നിട്ടിട്ടും വിഷ്ണു തിരികെ വീട്ടിലെത്താതായതോടെയാണ് ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. CCTVകൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ, മലപ്പുറം.